സോ ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹണി റോസ്. ഹണി റോസ് വൈറലാകാൻ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ ഹണി റോസ് ആണ് 2022 ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തി അറിയപ്പെടുന്നതൊക്കെ. അതെങ്ങനെയായി പോയി? ഡോക്ടർ റോബി രാധാകൃഷ്ണൻ 2022 ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തിനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഹണി റോസ് ആണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യത്തോട് കിടക്കാൻ നമുക്ക് ഹണി റോസിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, എന്താ ഇത്? യമുന റാണിക്ക് അല്പം ശുദ്ധമാക്കിയിട്ടുണ്ട്. പുതിയ വായനശാല ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് അവന്മാർക്ക് വലിയ നിർബന്ധം. എങ്ങനെ പോവും? ഇവിടെയാണെങ്കിൽ നിന്ന് തിരിയാൻ തന്നെ സമയമില്ല. ഇതിനും വേണ്ടി തനിക്ക് മാത്രം ഞാൻ കൊന്നില്ലല്ലോ. എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും. 52ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച ഉദ്ഘാടകയ്ക്കുള്ള അവാർഡ് ഹണി റോസ് സ്വന്തമാക്കി. ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ വാർത്ത തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഹണി റോസ് ആണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ചിരി പടർത്തുന്നത്. അയ്യോ മേഡം, ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ രാവിലെ തുടങ്ങിയതാ. ഉണ്ടോ ഒന്ന് കിട്ടുമോ? സൗത്ത് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ സജീവ സാന്നിധ്യമായ ഹണി റോസ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ട്രോൾ പേജുകൾ നിറഞ്ഞു നിൽക്കുന്നത് താരം നടത്തിയ ഉദ്ഘാടന ചടങ്ങുകളുടെ പേരിലാണ്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയിപ്പോ. ഞാനിപ്പോ സ്പെഷ്യലൈസ് ചെയ്യാണ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഈശ്വരാധീനം. എന്താണ് ഒരു സൈഡ് വലിവ്? നീ പിടിച്ച് തള്ളല്ലേ? ഇതിനോടകം വിവിധ ട്രോൾ ഗ്രൂപ്പുകളിലായി ഹണി റോസിന്റെ ഉദ്ഘാടനത്തോടുള്ള കമ്പത്തെ ചൊല്ലി നിരവധി ട്രോളുകളും പ്രത്യക്ഷമായിരുന്നു. ഈ അണികളുടെ ഒരു കാര്യം ഞങ്ങള് ബാലറ്റിനെ പുകഴ്ത്താത്ത ഒറ്റ ദിവസം പോലും ഇല്ല അല്ലടാ. പിന്നൊരു കാര്യം, അവന്റെ 2 കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ. ഈ തിരക്കിന്റെ ഇടയിൽ എന്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ. എന്നാൽ തന്നെ ട്രോളിൽ ട്രോളന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ചില ട്രോളുകൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഹണി റോസ് ഇന്ന് ആരാധകർക്കിടയിൽ വ്യത്യസ്തമായ ഒരു മാതൃക സൃഷ്ടിക്കുകയാണ്. അതുപോലെ വീഡിയോ കാണാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇനി കാര്യത്തോടെ കിടക്കാം. ഡോക്ടർ റോബി രാധാകൃഷ്ണൻ തന്നെയാണ് 2022 ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തി അറിയപ്പെടുന്നതൊക്കെ. പിന്നെ എങ്ങനെ ആ ഒരു സ്ഥാനം ഹണി റോസിന് കിട്ടില്ല നിങ്ങൾ ചോദിക്കുന്നത്? അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഹണി റോസ് എന്ന് പറഞ്ഞ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഒരു സ്ത്രീ എന്ന മുൻഗണന ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും 2022 ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ചെയ്ത വ്യക്തി എന്ന ആ ഒരു സ്ഥാനം ഹണി റോസിന് കിട്ടിയതൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഡോക്ടർ റോബി രാധാകൃഷ്ണൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ചെയ്ത വ്യക്തി എന്ന് അറിയപ്പെടാൻ പോകുന്നതൊക്കെ. ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ചെയ്ത വ്യക്തി ആയിരുന്നു. ഓക്കെ, പക്ഷേ ആ ഒരു സ്ഥാനം ഒരുപാട് പേര് ഹണി റോസിന് കൊടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ലൈക്ക് ആയിട്ടും ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രതിഷേധമായിരിക്കും. അടുത്ത ദിവസം കാണാം. ബൈ.